എലവഞ്ചേരി തുഞ്ചത്തെഴുത്തച്ഛൻ കോളേജിൽ തുഞ്ചൻ അക്ഷരവാരാഘോഷം സംഘടിപ്പിച്ചു. എഴുത്തുകാരി സിന്ധു രാജൻ ഉദ്ഘാടനം ചെയ്ത പരിപാടിയിൽ മാനേജ്മെന്റ് സ്റ്റഡീസ് വിഭാഗം മേധാവി കെ.എ. ആതിര ആശംസാ പ്രസംഗം നടത്തി. 1000 വയസ്സ്, അതായത് ഒരാൾ വായിക്കാത്തവൻ 1000 വയസ്സ് വരെ ജീവിക്കുന്നുണ്ടെങ്കിൽ അവൻ അവരൊക്കെ ചെയ്ത് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അതേസമയം വായിക്കുന്നവൻ ഓരോ പുസ്തകത്തിലും ഓരോ നിമിഷത്തിലും ജീവിക്കുന്നു എന്നുള്ളതാണ്. പുതിയ പുതിയ ജീവിതം ജീവിക്കുന്നു എന്നുള്ളതാണ് അബ്ദുൽ കലാം സാറ് പറയുന്നത്. ഈ എം.ടിയും അതുപോലെ തന്നെ ബഷീറും മാധവിയുടെയൊക്കെ കാര്യങ്ങളൊക്കെ നമ്മുടെ സരിത ടീച്ചറുടെ സ്പീച്ചിൽ വന്നു. പക്ഷെ നമ്മളിവിടെ നമുക്ക് സ്വകാര്യമായിട്ട് നമുക്കൊരു എഴുത്തുകാരനുണ്ട് നമ്മുടെ കോളേജിൽ സ്വന്തമായിട്ട്. പ്രിൻസിപ്പൽ സാറാണ്. സാറിൻ്റെ പുസ്തകങ്ങളൊക്കെ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ സാറിൻ്റെ 2-3 പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പുസ്തകം എന്ന് പറയുന്നത് ഒരു പാലക്കാടൻ കുട്ടിക്കാലം എന്ന് പറയുന്ന സാർ എഴുതിയ പുസ്തകമാണ്. എനിക്ക് ഈ കടുകട്ടിയായിട്ടുള്ള ഭാഷകൾ കൈകാര്യം ചെയ്യുന്ന പുസ്തകങ്ങളൊന്നും വായിക്കാൻ ഇഷ്ടമല്ല. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ എനിക്കൊരു കണ്ടിന്യൂറ്റി കിട്ടില്ല അത് വായിക്കുമ്പോൾ. അപ്പം ഞാൻ കൂടുതൽ പക്ഷെ സാറിൻ്റെ ഒരു പുസ്തകത്തിൻ്റെ പ്രത്യേകത കുട്ടിക്കാലത്തെ സാറിൻ്റെ കുറേ ഓർമ്മകളും കുറേ കഥാപാത്രങ്ങളുമാണ് അതിലൂടെ വന്നിട്ടുള്ളത്. അത് വായിക്കുമ്പോൾ നമ്മുടെ കുട്ടിക്കാലത്തും ഒരു 90s ആയിട്ടുള്ള ഞങ്ങളെ പോലെയുള്ള ആൾക്കാർക്ക് അത് തോന്നുമായിരിക്കും ഉണ്ടാവും. നിങ്ങൾക്കത് തോന്നുമെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മുടെ കുട്ടിക്കാലത്ത് ഇത്തരത്തിലുള്ള കഥാപാത്രങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വന്നു പോയിട്ടില്ലേ എന്നുള്ളത് തോന്നും. നമ്മൾ ഏതൊരു പുസ്തകം വായിച്ചാലും നമ്മുടെ ഉള്ളിൽ കുറേ കഥകൾ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ടാവും. അല്ലെങ്കിൽ കഥകൾ വായിക്കുമ്പോൾ ആ കഥയുടെ സാരം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. പ്രിൻസിപ്പൽ ഡോക്ടർ പി.ആർ. ജയശീലൻ അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രിൻസിപ്പൽ എൻ. ഷീബ, PTA വൈസ് പ്രസിഡന്റ് രവീന്ദ്രൻ, CSI വിഭാഗം മേധാവി ടിൻഡു വേണുഗോപാൽ, ഇംഗ്ലീഷ് വിഭാഗം മേധാവി കെ. മനോജ്, ശ്രീലേഖ എന്നിവർ പ്രസംഗിച്ചു. മലയാള വിഭാഗം മേധാവി കെ. സരിത സ്വാഗതവും കോളേജ് യൂണിയൻ മാഗസിൻ എഡിറ്റർ ദിയാവി ദേവ് നന്ദിയും പറഞ്ഞു. UTV ന്യൂസ്, പാലക്കാട്.